ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മളിന്നൊരു ടൈം സേവിങ് കൊഞ്ച് റോസ്റ്റായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളെപ്പോഴും കൂടെ ഇന്ന് ഉള്ളിയൊക്കെ വഴറ്റി അങ്ങനെ ടൈം എടുത്തല്ലേ ഇതൊക്കെ ഉണ്ടാക്കുക. ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൊഞ്ച് റോസ്റ്റ് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരും സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ആവശ്യം വരുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം, പച്ചമുളക് വേണം, പിന്നെ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. തക്കാളി തോനെ ചേർക്കേണ്ട, ടേസ്റ്റ് മാറിപ്പോവും കറിയുടെ. പിന്നെ ഒരു സവാള, 1.5 സവാള നേർപ്പിച്ചെരിഞ്ഞത്, പിന്നെ ഇത്രയും കൊഞ്ചും. ഓക്കെ, നിങ്ങൾ കണ്ടോ, ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റ പാത്രത്തിലാണ് വെച്ചേക്കുന്നത്. നമ്മളിതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കരിവേപ്പില, പിന്നെ വേറൊരു സാധനവും കൂടെ വേണം. അതായത് നമ്മുടെ മസാല, ബിരിയാണി മസാലയ്ക്കകത്ത് നമ്മൾ മേടിക്കുന്ന മസാല കൂട്ടില്ലേ, അതിനകത്ത് വരുന്ന കുറച്ച് പെരിഞ്ചീരകം, ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടെ ഒരു 1-2 എണ്ണമൊക്കെ ഇങ്ങനെ കുറച്ച് മാത്രം പേരിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഉപ്പിടുക, പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക, മുളക് പൊടി ചേർക്കുക, പിന്നെ എനിക്ക് ഗരം മസാല കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല. ഓക്കെ, എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിനകത്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാവുള്ളൂ. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് പോട്ട് ഏതാണോ, ഇങ്ങനെ ഒരുമിച്ച് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പരിപാടി. കുക്കിംഗ് പോട്ടിനകത്തോട്ട് മാറ്റുക. നമുക്ക് കൂടെ നിന്ന് കുറേ സമയം ഇങ്ങനെ കളയൊന്നും വേണ്ട. അതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ കിടന്ന് വെന്തോളൂ. ലാസ്റ്റ് മാത്രം നമ്മൾ കുറച്ച് ടൈം നിന്നാൽ മതി. ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം മാത്രം വെക്കുക. കൊഞ്ചിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. ഓക്കെ, അപ്പം ലാസ്റ്റ് ഇത് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഉള്ളിയൊക്കെ അങ്ങ് നല്ല പേസ്റ്റ് പരുവത്തിലാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ സെൻറ്ററിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലോട്ട് നിങ്ങൾക്ക് തേങ്ങാക്കൊത്തോ കരിവേപ്പിലയോ മല്ലിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കും, വിനാഗിരി. വിനാഗിരി തോനെ ഒഴിക്കേണ്ട, കുറച്ച് വിനാഗിരി ഒഴിക്കുക, അതൊന്ന് തട്ടിപ്പൊത്തി എടുക്കുക. ഓക്കെ, അപ്പോൾ സെറ്റ്. അടിപൊളി സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്, അടിപൊളി സാധനമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.